നമസ്കാരം. ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻസ് ബൈ ഷോപ്പിക വെഡിങ്സ്. ചിത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചങ്ങരംകുളം ആൻഡ് എടപ്പാൾ. സൺറൈസ് ഹോസ്പിറ്റൽ, കെയർ ബിയോണ്ട് കെയർ. ഒറ്റപ്പാലത്തു നിന്ന് നിലമ്പൂരിലേക്കുള്ള യാത്രക്കിടെ കാറിന്റെ ബോണറ്റിനുള്ളിൽ കയറിപ്പറ്റിയ പൂച്ചയെ പെരിന്തൽമണ്ണയിൽ വെച്ച് കണ്ടെത്തിയ പൂച്ചയ്ക്ക് ജീവൻ തിരികെ നൽകി ഒരു കൂട്ടം ചെറുപ്പക്കാർ. ഒരു കല്യാണ പരിപാടിക്ക് വേണ്ടി പോകുന്നതിനിടയിലാണ് അസ്വാഭാവിക ശബ്ദം കേട്ട് യാത്രക്കാർ കാറിൽ നടത്തിയ പരിശോധനയിൽ കാറിന്റെ ബോണറ്റിൽ കുടുങ്ങിയ പൂച്ചയെ കണ്ടെത്തിയത്. ഒറ്റപ്പാലത്തു നിന്ന് നിലമ്പൂരിലേക്കുള്ള യാത്രക്കിടെ കാറിന്റെ ബോണറ്റിനുള്ളിൽ കയറിപ്പറ്റിയ പൂച്ച യാതൊരു പോറലുമേൽക്കാതെ കിലോമീറ്ററോളം സഞ്ചരിച്ചത് എല്ലാവരെയും അമ്പരപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റിന്റെ കല്യാണത്തിൽ പങ്കെടുക്കാൻ നിലമ്പൂരിലേക്ക് പോകുകയായിരുന്നു യുവാക്കൾ. ഇതിനിടയിൽ DCC ജനറൽ സെക്രട്ടറി EP രാജീവിനെ കൂടെ കൂട്ടുന്നതിനു വേണ്ടി പെരിന്തൽമണ്ണ എത്തിയപ്പോഴാണ് കാറിൽ നിന്നും അസ്വാഭാവിക ശബ്ദം കേൾക്കുന്നത്. കാറിന്റെ എഞ്ചിൻ തകരാറാണെന്ന് ആദ്യം കരുതിയെങ്കിലും പിന്നീടാണ് ഒരു പൂച്ചയുടെ കരച്ചിലാണെന്ന് മനസ്സിലായത്. ഒറ്റപ്പാലം സ്വദേശികളായ അഭിരാമും ആഷിഖും ഈ അപ്രതീക്ഷിത അതിഥിയുമായി കിലോമീറ്ററുകൾ യാത്ര ചെയ്തത്. തുടർന്ന് രാജീവ് അടക്കമുള്ളവർ ചേർന്ന് പെരിന്തൽമണ്ണ ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗത്തിൽ അറിയിച്ചു. പെരിന്തൽമണ്ണയിൽ നിന്ന് ഉടൻ തന്നെ സ്ഥലത്തെത്തിയ ഫയർഫോഴ്സ് സംഘം മിനിറ്റുകൾക്കകം രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കി. എഞ്ചിന്റെ ഭാഗങ്ങൾക്കിടയിൽ ഞെരുങ്ങിക്കിടന്നിരുന്ന പൂച്ചയെ വളരെ ശ്രദ്ധയോടെ പുറത്തെടുത്ത് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. യാത്രയിലുടനീളം ഒരു അപകടവും കൂടാതെ പൂച്ചയ്ക്ക് ജീവൻ തിരികെ നൽകിയതിന്റെ ആശ്വാസത്തിലാണ് കാർ യാത്രികരും രക്ഷാപ്രവർത്തകരും. പക്ഷേ എവിടെ വെച്ചാണ് പൂച്ച ബോണറ്റിനുള്ളിലേക്ക് കടന്നതെന്ന കാര്യത്തിൽ ആർക്കും വ്യക്തതയില്ല. എഞ്ചിന്റെ ചൂടോ ശബ്ദമോ പ്രശ്നമാക്കാതെ ഇത്ര ദൂരം സഞ്ചരിച്ച ഈ മിടുക്കൻ പൂച്ചയുടെ നിലവിളിയോ മറ്റ് ശബ്ദങ്ങളോ ആദ്യം യാത്രക്കാർ ശ്രദ്ധിച്ചിരുന്നില്ല. പെരിന്തൽമണ്ണ സ്റ്റേഷൻ ഓഫീസർ ബാബുരാജ്, അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ നാസർ, സീനിയർ SFRO അനി എന്നിവർ ഉൾപ്പെടുന്ന ഉദ്യോഗസ്ഥർ ചേർന്നാണ് പൂച്ചയെ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചെത്തിച്ചത്. പോട്ടെ